everyone, welcome back to Xylem learning. മിസ്സിനെ അറിയാലോ അല്ലേ, അഖില മിസ് ആണ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ഏത് ചാപ്റ്റർ ആയിട്ടായിരുന്നു മിസ് വന്നത്? സോർട്ടിംഗ് മെറ്റീരിയൽസ് ഇൻ ടു ഗ്രൂപ്പ്സ് അല്ലേ. അതേ ചാപ്റ്ററിലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് മിസ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ എന്ത് ചെയ്യണം, കാണണം. അത് മാത്രം പോരാ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതും പോരാ, പിന്നെ എന്താ വേണ്ടത്? നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും അല്ലെ. നിങ്ങൾക്ക് എക്സാമിനൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ള എന്തുണ്ടാവാം, ടോപ്പിക്കുകൾ ഉണ്ടാവാം. അത് ഏതാണെന്നുള്ളത് ഒന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്തിടുക. അപ്പൊ കമന്റ് ബോക്സ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്ത് തരാൻ പറ്റും, പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും കേട്ടോ. അപ്പൊ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? സോല്യൂബിലിറ്റി അല്ലെ. എന്താണ് സോല്യൂബിൾ സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ മക്കള് പറഞ്ഞേ, എന്താണ് ഈ സോല്യൂബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏതൊക്കെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇവര് സോല്യൂബിൾ ആണ് എന്നൊക്കെ പറയുന്നത്? ഏതൊക്കെ സബ്സ്റ്റൻസിനെയാ? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, എന്തെടുത്തിട്ടുണ്ട് മിസ്? സോൾട്ട് അല്ലെ, നമ്മുടെ ഉപ്പ്. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുക്കുകയാണേ, അതിനകത്തേക്ക് നിങ്ങൾ കുറച്ച് ഉപ്പിടുകയാണ്. നന്നായിട്ട് നിങ്ങൾ സ്റ്റിർ ചെയ്തു കേട്ടോ. അത് അതിനകത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള സോൾട്ട് പിന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. അത് കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോവും അതിനകത്ത്? എന്തായി പോവും? ഡിസപ്പിയർ ആയി പോയിട്ടുണ്ടാവില്ലേ. നമുക്കത് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർഡ് ആവുന്ന, അതല്ലെങ്കിൽ ഡിസോൾവ് ആവുന്ന സബ്സ്റ്റൻസിനെ എന്തിനകത്ത്? വാട്ടറിനകത്ത്. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അതിന് എക്സാമ്പിൾസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ സോൾട്ട്. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്? നമ്മൾ ആ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തിനെ? ഷുഗറിന് അല്ലെ. കുറച്ച് ഷുഗർ, പഞ്ചസാര എടുക്കുന്നു, നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യുന്നു. ആ പഞ്ചസാര, ആ ഷുഗറിനെ നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവാം? അതിന്റെ രുചി, അതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അതിപ്പോ സോൾട്ട് ആണെങ്കിലും ഷുഗർ ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് കിട്ടും? ടേസ്റ്റ് കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിൽ ആ സാധനങ്ങളുണ്ട്, ആ സബ്സ്റ്റൻസ് അതിലുണ്ട്. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ എന്തായി എന്നാണ് അർത്ഥം? ഡിസോൾവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഡിസപ്പിയർഡ് ആയി കിടക്കുകയാണ്, നമ്മൾ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? അതൊക്കെ വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ എന്റെ മക്കൾക്ക് അത് ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എന്തിനാ നമ്മൾ ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് എന്ന് പറയാം? എന്തിനായിരിക്കും? നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഒരു ബീക്കറിൽ നമ്മൾ വാട്ടർ എടുക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ എന്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്? സാൻഡ് അല്ലെ. സാൻഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിലേക്ക് ഇടുകയാണ്. നിങ്ങൾ നന്നായിട്ട് സ്റ്റിർ ചെയ്തു. നേരത്തെ സോൾട്ട് ഇട്ടപ്പോഴും നമ്മുടെ ഷുഗർ ഇട്ടപ്പോഴും ഒക്കെ എങ്ങനെ നിങ്ങൾ സ്റ്റിർ ചെയ്തു, അതേപോലെ അല്ലെങ്കിൽ അതിലും കൂടുതൽ നമ്മൾ എന്ത് ചെയ്തു? നന്നായിട്ട് സ്റ്റിർ ചെയ്തു കേട്ടോ. എത്ര നിങ്ങൾ അതിങ്ങനെ ഇളക്കിയാലും, സ്പൂൺ ഉപയോഗിച്ച് നിങ്ങൾ ഇളക്കിയാലും എന്ത് ഡിസപ്പിയർ ആയി പോവില്ല. നമ്മുടെ സാൻഡ് എന്തായി പോവില്ല? ഡിസപ്പിയർ ആയി പോവില്ല. എത്ര നമ്മൾ സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാലും അവസാനം നമുക്ക് അതിനകത്ത് എന്ത് കാണാൻ പറ്റും? സാൻഡ് കാണാൻ പറ്റും. അതിന്റെ അർത്ഥം അത് എന്തായിട്ടില്ല എന്നാണ്, അതിനകത്ത് ഡിസോൾവ് ആയിട്ടില്ല എന്നാണ്. അപ്പൊ അതിനകത്ത് ഡിസോൾവ് ആവാത്ത അല്ലെങ്കിൽ ഡിസപ്പിയർ ആവാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസോല്യൂബിൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ എത്ര സ്റ്റിർ ചെയ്താലും അതിനകത്ത്, വാട്ടറിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് അത് ഡിസപ്പിയർ ആവുന്നില്ലെങ്കിൽ, ഡിസോൾവ് ആവുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ സബ്സ്റ്റൻസുകളൊക്കെ വാട്ടറിൽ എന്താണെന്ന് പറയും? നമ്മൾ ഇൻസോല്യൂബിൾ ആണെന്ന് പറയും. അപ്പൊ സോല്യൂബിൾ സബ്സ്റ്റൻസും ഉണ്ട്, ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസും ഉണ്ട്. വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സോൾട്ടും ഷുഗറും ഒക്കെ അല്ലെ. ഇവിടെ മിസ് വേറൊരു എക്സാമ്പിൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൊടുത്തതാണ്. എന്താണ്? ഒരു ഗ്രീൻ പൗഡർ. അത് നമ്മൾ ഇട്ട് നന്നായി സ്റ്റിർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വാട്ടറിന്റെ കളറൊക്കെ എന്തായി? ഗ്രീൻ ആയി മാറി. അതായത് എന്താണ്? അത് അതിനകത്ത് ഡിസോൾവ്ഡ് ആയി, ഡിസപ്പിയർ ആയതല്ല, അവിടെ അത് ഡിസോൾവ്ഡ് ആയി. അതിന്റെ അർത്ഥം അത് എന്ത് ചെയ്യുന്നതാണ്? സോല്യൂബിൾ ആണെന്നാണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിന് ബാക്കി എക്സാമ്പിൾസ്, ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസിന്റെ ബാക്കി എക്സാമ്പിൾസ് നോക്കിയാൽ നിങ്ങൾ ചോക്ക് പൗഡർ എടുത്തിട്ടുണ്ട് അല്ലെ. എന്താ എടുത്തിട്ടുള്ളത്? ചോക്ക് പൗഡർ. നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊരു ബീക്കറിൽ വാട്ടർ എടുക്കുന്നു. ചോക്കില്ലേ, നമ്മൾ ഈ സാധാരണ ബോർഡിലൊക്കെ എഴുതുന്ന വൈറ്റ് ചോക്കില്ലേ, അത് നന്നായിട്ട് പൊടിച്ച് നല്ല പൗഡർ ആക്കി അതിലിട്ടു എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് സ്റ്റിർ ചെയ്ത്, എത്ര നിങ്ങൾ സ്റ്റിർ ചെയ്താലും ആ ചോക്ക് പൗഡർ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് എന്താവില്ല? ഡിസോൾവ് ആവില്ല, അത് ഡിസപ്പിയർഡ് ആവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് ആണ്. എന്തിൽ ഇൻസോല്യൂബിൾ ആണ്? നമ്മുടെ വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. ആര്? നമ്മുടെ
സോപ്പ് പൗഡർ. രണ്ടാമത്തെ എക്സാമ്പിൾ ആയി അല്ലേ. ഇനി ആരെയാണ് നമുക്ക് നോക്കാനുള്ളത്? നമ്മുടെ സോഡസ്റ്റ്. എന്താ സോഡസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഈർച്ചപ്പൊടി എന്നൊക്കെ പറയും. നമ്മുടെ മരത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അതിന്റെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ അതിന് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. അപ്പൊ ആ സോഡസ്റ്റ് നമ്മൾ എടുത്തു. ആ സോഡസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് വെള്ളത്തിൽ, വാട്ടറിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് ഇട്ടിട്ട് സ്റ്റിർ ചെയ്യുന്നു. അതും എന്ത് ചെയ്യില്ല, വാട്ടറിൽ ഡിസോൾവ് ആവില്ല. അതാ നിങ്ങൾക്ക് കാണാം അല്ലെ, അതങ്ങനെ പൊന്തി കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതും എന്താണ്, എങ്ങനെയാണ്, സോല്യൂബിൾ ആണോ ഇൻസോല്യൂബിൾ ആണോ? ഇൻസോല്യൂബിൾ ആണ്. അപ്പൊ ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസിന് എക്സാമ്പിൾസ് ഏതൊക്കെ പറയാൻ നമുക്ക്? സാൻഡ് നമുക്ക് പറയാൻ പറ്റും, ചോക്ക് പൗഡർ നമുക്ക് പറയാൻ പറ്റും, അതേപോലെ തന്നെ നമ്മുടെ സോഡസ്റ്റും പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? വളരെ ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ 5 സബ്സ്റ്റൻസിന്റെ കാര്യമാണല്ലേ പറഞ്ഞത്. 5 സബ്സ്റ്റൻസിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സോല്യൂബിൾ ആയിട്ടുള്ളതും ഇൻസോല്യൂബിൾ ആയിട്ടുള്ളത്. വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ളത്, വാട്ടറിൽ ഇൻസോല്യൂബിൾ ആയിട്ടുള്ളത്. ഈ 5 സബ്സ്റ്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവരൊക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? സോളിഡ് ആണ് അല്ലെ. സോളിഡ് സ്റ്റേറ്റിൽ വരുന്ന ആളുകളാണ്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണേ. അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കുന്നത് ഇതാണ്, എല്ലാ സബ്സ്റ്റൻസും, നമ്മൾ ഈ പറയുന്ന എല്ലാ ലിക്വിഡ്സും വാട്ടറിൽ സോല്യൂബിൾ ആണോ? നമ്മളിപ്പോ പറഞ്ഞതൊക്കെ സോളിഡിന്റെ കേസ് അല്ലേ. നമ്മൾ ഇനി ലിക്വിഡിലേക്ക് പോവാണേ. ലിക്വിഡ്സ് ഒക്കെ എടുത്ത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്താൽ നന്നായിട്ട് മിക്സ് ആവോ? നമുക്ക് നോക്കാം അല്ലെ. നിങ്ങൾ ഇവിടെ നോക്കിയേ, കുറെ 4 ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ഇതിനകത്ത് ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ആരത്? നമ്മുടെ ഓയിൽ കേട്ടോ, കോക്കനട്ട് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ ഒരു ബീക്കറിൽ വാട്ടർ എടുത്തു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണേ. നന്നായിട്ട് നിങ്ങൾ സ്റ്റിർ ചെയ്തു. ആ ഓയിൽ അതിനകത്ത് ഡിസോൾവ്ഡ് ആവത്തില്ല. അതിങ്ങനെ കിടക്കും, അതിനകത്ത് ഇതേപോലെ കിടക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇതാരത്? നമ്മുടെ കെറോസിൻ കേട്ടോ, നമ്മുടെ മണ്ണെണ്ണ. നമ്മൾ വാട്ടറിലേക്ക് കെറോസിൻ ഒഴിച്ചു കഴിഞ്ഞാലും ഇതേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതേ ഒബ്സർവേഷൻ ആണ് ഉണ്ടാവുന്നത്. അത് എന്ത് ചെയ്യുന്നില്ല, അതിനകത്ത് മിക്സ് ആവുന്നില്ല അല്ലെ, ഡിസോൾവ്ഡ് ആവുന്നില്ല, അല്ലെങ്കിൽ അത് ഡിസപ്പിയർഡ് ഒന്നും ആവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻസോല്യൂബിൾ ആണ് അല്ലെ. അപ്പൊ ലിക്വിഡ്സിൽ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെ പറയാം? നമ്മുടെ ഓയിലിനെയും കെറോസിനെയും പറയാം കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ സോല്യൂബിളും പറയണ്ടേ. ആരൊക്കെയാണ് സോല്യൂബിൾ ആയിട്ടുള്ള ആളുകൾ? ആരൊക്കെയാണ് സോല്യൂബിൾ ആയിട്ടുള്ള, വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ലെമൺ ജ്യൂസ്. അതേപോലെ തന്നെ വിനെഗർ നമുക്കറിയാം, അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, വിനെഗർ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വിനെഗറും ലെമൺ ജ്യൂസും എന്തിന് എക്സാമ്പിൾ ആണ്? വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോല്യൂബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? 4 എക്സാമ്പിൾസ് ആണ്. 2 എന്തിൽ പഠിച്ചു? സോല്യൂബിളില്. 2 എന്തിൽ പഠിച്ചു? ഇൻസോല്യൂബിൾ, വാട്ടറിൽ ഇൻസോല്യൂബിൾ. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഗ്യാസസ് ഇല്ലേ, അത് ഈ പറയുന്ന വാട്ടറിൽ ഡിസോൾവ്ഡ് ആണോ? എന്താ നിങ്ങളുടെ ഗസ് എന്താണ്? നമുക്കറിയാം ഒരുപാട് മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഫിഷസ് ഒക്കെ എന്തിലുണ്ട്? നമ്മുടെ വാട്ടർ റിസോഴ്സിൽ ജീവിക്കുന്നുണ്ട് അല്ലെ. എവിടെ നിന്നാണ് ഇവർക്ക് വേണ്ട? നമുക്കറിയാം, നമുക്ക് ബ്രീത്ത് ചെയ്യണം അല്ലെ. ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് ബ്രീത്ത് ചെയ്യണം. അതിന് വേണ്ട ഓക്സിജനും കാര്യങ്ങളൊക്കെ ഇവർക്ക് എവിടുന്നാ ലഭിക്കുന്നത്? നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. എന്താണ്? ഗ്യാസസ് ഒക്കെ എന്തിൽ ഡിസോൾവ് ആവുന്നുണ്ട്? വാട്ടറിൽ ഡിസോൾവ് ആവുന്നുണ്ട്. അതിന്റെ അകത്തുനിന്നാണ് എയർ ഒക്കെ ഈ ജീവികൾക്കൊക്കെ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അവിടെ പ്ലാന്റ്സ് ഉണ്ടല്ലോ, അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഇതൊക്കെ വേണ്ടേ? ഇതൊക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? വാട്ടറിൽ റിസോൾവ് ആയിട്ടുള്ള ഈ ഓക്സിജൻ ആണെങ്കിലും ബാക്കി ഗ്യാസസ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ അകത്തുനിന്നാണ് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടോ നിങ്ങൾ, എന്താത്? നമ്മുടെ സോഡ കഴിക്കാറില്ലേ? സോഡയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ബബിൾസ് വരുന്നത് കാണാം അല്ലെ. ഇവിടെയൊക്കെ ആയിട്ട് എന്ത് കാണാം നിങ്ങൾക്ക്? ബബിൾസ് വരുന്നത് കാണാം. എവിടുന്നാ ഈ ബബിൾസ് വരുന്നത്? നമ്മുടെ സോഡ വാട്ടർ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാ അറിയാം നിങ്ങൾക്ക്? ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതേ രീതിയിൽ ഇതേപോലെ നമ്മളത് ഒഴിക്കുന്ന സമയത്ത്, ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്താണ് ഈ ബബിൾസ് പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഈ വാട്ടറിന്റെ അകത്ത് എന്ത് ഡിസോൾവ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗ്യാസസിന് ഡിസോൾവ് ആവാൻ പറ്റൂ അല്ലെ. അതായത് ഇതൊക്കെ എന്താണ്? സോല്യൂബിൾ ആണ്. അപ്പൊ എന്റെ മക്കൾക്ക് ക്ലിയർ ആണോ? എന്തൊക്കെ പറഞ്ഞു നമ്മള്? സോളിഡ്സിലുള്ളത്, ലിക്വിഡ്സിലുള്ളത്, അതേപോലെ എന്താണ് ഗാസസിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു. സോല്യൂബിൾ ആയിട്ടുള്ളതും ഇൻസോല്യൂബിൾ ആയിട്ടുള്ളതും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള മറ്റു ടോപ്പിക്കുമായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ. ഓക്കെ, ബൈ.